Audio Jungle. നമസ്കാരം വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിവപ്രീതിക്കായി കുളിച്ചു തൊഴുത്ത് ഭക്തജനങ്ങൾ ശിവരാത്രി ആഘോഷത്തിൽ. തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ഘോഷയാത്രകളും പ്രത്യേക പൂജകളും നടത്തി. കേരള യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മതമോപേക്ഷിക്കൽ പരിപാടി നടത്തി. യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം തൊടുപുഴ യൂണിയൻ നേതൃത്വത്തിലുള്ള ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മന്ദിര ശിലാസ്ഥാപന സമ്മേളനം നടന്നു. ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആറു പതിറ്റാണ്ടിനു ശേഷം വാഴക്കുളം ഇൻഫന്റ് ജീസസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒന്നിച്ചു. 1954-55 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളാണ് വീണ്ടും പഴയ സ്കൂളിൽ ഒത്തുചേർന്നത്. വാർത്തകൾ വിശദമായി. ശിവപ്രീതിക്കായി കുളിച്ചു തൊഴുത് ഭക്തജനങ്ങൾ ശിവരാത്രി ആഘോഷിച്ചു. തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോട് അനുബന്ധിച്ച് ഘോഷയാത്രകളും പ്രത്യേക പൂജകളും നടത്തി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനമാണ് ശിവരാത്രി. പാലാഴി മഥനത്തിനിടെ ലഭിച്ച കാളകൂടം വിഷം പാനം ചെയ്ത മഹാദേവന്റെ മഹാത്യാഗത്തെ സ്തുതിച്ചാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ആ ഓർമ്മയിൽ ഭക്തർ ഉറക്കമുണർന്നിരുന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ ശിവപുരാണങ്ങൾക്ക് കാതോർക്കുന്ന ദിനം. കാഞ്ഞിരമറ്റം ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് ഒരുക്കിയത്. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വഴിപാട് കാവടികളുടെയും ആട്ടക്കാവടികളുടെയും അകമ്പടിയോടെ കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടത്തി. ചെണ്ടയും ബാൻഡും മത്സരിച്ച് താളം പിടിച്ചു. കാവടി തലയിലേന്തി നൃത്തം ചവിട്ടി കലാകാരന്മാർ. വായിലൂടെ ശൂലം കുത്തിയിറക്കി ഭക്തിപാരവശ്യത്താൽ വേദനയറിയാത്ത ഭക്തരും ഉറഞ്ഞുതുള്ളി വെളിച്ചപ്പാടും. വർണ്ണാഭമായ ഘോഷയാത്ര കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മഹാപ്രസാദയൂട്ടിനും ഭക്തജനങ്ങളുടെ തിരക്ക്. വൈകിട്ട് മൂകാമ്പൽ ഭഗവതി സന്നിധിയിൽ നിന്നും ഭസ്മക്കാവടി ഘോഷയാത്ര പുറപ്പെട്ടു. തുടർന്ന് ഭസ്മക്കാവടി അഭിഷേകം, സനാതന ധർമ്മ സദസ്സ്, ഭക്തിഗാനമേള, ശിവരാത്രി വിളക്ക്, പഞ്ചാരിമേള, നൃത്തനാടകം തുടങ്ങിയവ നടന്നു. ബുധനാഴ്ച ക്ഷേത്രക്കടവുകളിൽ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തട്ടക്കുഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. കൊല്ലപ്പുഴ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ഗരുഡൻ പറവ, മയിലാട്ടം, തെയ്യം, ചെണ്ടമേളം എന്നിവ മിഴിവേകി. താലപ്പൊലി ഘോഷയാത്ര കടന്നുവന്ന വീഥികളിൽ നിലവിളക്ക് തെളിയിച്ച് ഭക്തജനങ്ങൾ ഘോഷയാത്രയെ വരവേറ്റു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ B. ദിവാകരൻ നായർ, VK മണി വരിക്കനാനിക്കൽ, ഗിരീഷ് കുമാർ പൂവത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി.
കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ആലക്കോട് പനമറ്റം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും കാവടി താലപ്പൊലി ഘോഷയാത്ര നടന്നു. മൂവാറ്റുപുഴ യുവനാഥം അവതരിപ്പിച്ച ചെണ്ടമേളവും ഭസ്മക്കാവടിയും ചെലവ് കവല ചുറ്റി ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭാതിർത്തിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇക്കഴിഞ്ഞ രാത്രിയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം സ്ഥാപിച്ചിരുന്ന എവർഷൈൻ സ്റ്റുഡിയോയുടെ പരസ്യ ബോർഡ് സാമൂഹിക വിരുദ്ധർ ബ്ലേഡ് കൊണ്ട് കീറി നശിപ്പിച്ചു. ഇരുമ്പ് ഫ്രെയിമിൽ നിർമ്മിച്ച പരസ്യ ബോർഡ് ഫ്ലെക്സ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. നഗരത്തിൽ പലയിടത്തും അക്രമികൾ ബോർഡുകൾ വികൃതമാക്കുന്നതിന്റെ തുടർച്ചയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. നഗരസഭയ്ക്കുള്ളിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾക്ക് നഗരസഭ നിശ്ചയിക്കുന്ന നിശ്ചിത ഫീസ് അടച്ച ശേഷമാണ് സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും ബോർഡുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫീസ് വാങ്ങുന്നവർക്ക് പോലും കഴിയാറില്ല. നഗരത്തിലെ പല ഭാഗത്തായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും പരസ്യങ്ങളും ചില സാമൂഹ്യ വിരുദ്ധർ മനഃപൂർവ്വം നശിപ്പിക്കുന്നതായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന് പരാതി ലഭിച്ചിട്ടുണ്ട്. ന്യൂമാൻ കോളേജ് ജംഗ്ഷനിൽ എവർഷൈൻ സ്റ്റുഡിയോ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡ് കഴിഞ്ഞ ദിവസം ബ്ലേഡ് കൊണ്ട് കീറി നശിപ്പിച്ചിരിക്കുകയാണ്. നഗരസഭയ്ക്ക് പരസ്യ നികുതി നൽകി ആയിരക്കണക്കിന് രൂപ ചെലവിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം ബോർഡുകൾ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എവർഷൈൻ സ്റ്റുഡിയോയുടെ ബോർഡ് കീറിയത് ബ്ലേഡ് കൊണ്ടായിരുന്നെങ്കിൽ ചില ബോർഡുകൾ ഫ്രെയിം വളച്ചൊടിച്ചും കരിയോയിലോ മറ്റ് പദാർത്ഥങ്ങളോ ഉപയോഗിച്ചായിരുന്നു വികലമാക്കിയത്. KCOM തൊടുപുഴ ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടവകയിൽ നിന്നുള്ള 2000-ഓളം വിദ്യാർത്ഥികൾക്കായി പരീക്ഷ ഒരുക്ക ധ്യാനം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തുടങ്ങിയ തലങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ധ്യാനത്തിൽ പങ്കെടുത്തു. ഫാദർ ജോസ് പുതൂർ, ഫാദർ പോൾ കാരക്കൊമ്പിൽ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂറ്റ്, ഫാദർ ജോർജ് മല്ലിപ്പറമ്പിൽ, ഫാദർ ജേക്കബ് റാത്തപ്പള്ളി തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ അതുകൊണ്ട് പഠിക്കണമെങ്കിലും ജോലി ചെയ്യണമെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിലും എന്തിനും ശാന്തമായിട്ടുള്ളൊരു മനസ്സ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാം, മനസ്സിനെ നിർമ്മലമാക്കാം, എല്ലാവിധ ടെൻഷനുകളിൽ നിന്നും എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിനെ നമുക്ക് സ്വന്തമാക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കുംഭസാരത്തിന്റെ അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് പാപമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ
ആശീർവദിക്കുന്നത് മാത്രമല്ല പാപമോചനം. അതിനൊരു അടിസ്ഥാന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥമായുള്ള പശ്ചാത്താപം, മനസ്താപമാണ്. ഈ മനസ്താപം ഉണ്ടെങ്കിലാണ് കുമ്പസാരത്തിന്റെ അടിസ്ഥാന ശരി. ഇനി എന്താണ് ഈ മനസ്താപം? ഫാദർ ജോസ് മോനിപ്പള്ളി, ജിയോ ജേക്കബ് പുള്ളോലിക്കൽ, സിസ്റ്റർ റാണി SABS തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫൊറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ആത്മീയമായിട്ട് ഒരുക്കുവാനുള്ള ഒരു സംരംഭമാണ് അഭിഷേകം 2015 എന്ന പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുക. ഡിവൈൻ മേഴ്സി ഷ്രൈനിലെ ബഹുമാനപ്പെട്ട ജോസ് പൊതുരച്ചൻ, ജേക്കബ് റാത്തപ്പള്ളി അച്ഛൻ, ജോർജ് മലയപ്പറമ്പിലച്ചൻ, കോതമംഗലം രൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ പോൾ കാരക്കൊമ്പിലച്ചൻ, ജോസ് മോനിപ്പള്ളി അച്ഛൻ തുടങ്ങിയ വൈദികരുടെ നേതൃത്വത്തിൽ കുട്ടികളെ ക്ലാസ്സുകളിലൂടെയും അഭിഷേക ആരാധനയിലൂടെയും ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങാനും ദൈവം നൽകുന്ന വിജയങ്ങളെ പരാജയങ്ങളെയൊക്കെ സ്വീകരിക്കാനുമൊക്കെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അഭിഷേകം. കേരള യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മതം ഉപേക്ഷിക്കൽ പരിപാടി നടത്തി. യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തന്റെ ശരീരം ഭസ്മമാക്കി ഇന്ത്യയിലെ വിവിധ പുഴകളിൽ ഒഴുക്കണമെന്ന് എഴുതി വച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായ നാട്ടിലാണ് ഇന്നിവിടെ ഇത്തരം സാംസ്കാരിക ഒരു രാഷ്ട്രീയ ഗതികേടിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം മതജാതിവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസമാപ്തിയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരള യുക്തിവാദി സംഘത്തിന് പറയാനുള്ളത്, മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്വകാര്യ വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ അനുച്ഛേദം 25 വളരെ വ്യക്തമായിട്ട് ഓരോ പൗരനും അവന്റെ മതസ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിമിതിയില്ലാത്ത ഒന്നല്ല. ഒരു അവന്റെ പൊതു ധാർമ്മികതയ്ക്കും പൊതു ആരോഗ്യത്തിനും അതുപോലെ തന്നെ പൊതു സമാധാനത്തിനും വിധേയമായിട്ട് മാത്രമാണ് ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യവും മതപ്രചരണ സ്വാതന്ത്ര്യവും മതവിശ്വാസ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ള യുദ്ധത്തിന് ഇടയാക്കുന്നത് കടുത്ത മതവിശ്വാസം തന്നെയാണ്. സമ്പന്നർക്ക് മതം സംരക്ഷണമാണെങ്കിൽ ദരിദ്രരെ തമ്മിൽ അകറ്റുന്നതിന്റെ പ്രധാന ഘടകം മതമാണ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള മത്സരത്തിലാണ് ഹിന്ദുമതവും ഇസ്ലാം ക്രൈസ്തവ മതങ്ങളും തിരിച്ചു വരേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ KN ശിവദാസൻ, ബേബി സെബാസ്റ്റ്യൻ, രാജൻ വേലായുധൻ, AT ബിജു, PP ജോസഫ് എന്നിവർ ചടങ്ങിൽ മതം ഉപേക്ഷിച്ചു. NK ദിനേശ്, ജെയിംസ് കോലാനി, രാജഗോപാൽ വാകത്താനം, മാണി പാറമേട്ട്, MN നടരാജൻ എന്നിവർ പ്രസംഗിച്ചു.